ഇന്നേ ഒരു കൊഴുവ പീര ആവാലേ നമുക്ക്. ഇവരുടെ ഈ സീസൺ ആണല്ലോ ഇപ്പോൾ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. ഭയങ്കര എളുപ്പമാണ് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അധികം പണിയൊന്നുമില്ല. അതുപോലെ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. ഒരു ചട്ടി വെച്ചിട്ടേ അതിലേക്ക് കുറച്ച് ഇഞ്ചി, കറിവേപ്പില, ആവശ്യത്തിന് പച്ചമുളക്, ചെറിയുള്ളി, നമ്മുടെ ചുമന്നുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി ഉടച്ചെടുക്കുക. ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ഇച്ചിരി മാത്രം മുളക് പൊടിയും ചേർക്കുക. ചിരകി വെച്ച നാളികേരവും കൂടി ചേർത്ത് നന്നായിട്ട് തിരുമ്മി അത് ഉടച്ചെടുക്കുക കേട്ടോ. ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പേ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിടുന്നതുകൊണ്ടും കുഴപ്പമില്ല കേട്ടോ. കാന്താരി മുളക് ചേർക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതേ. എന്നിട്ടേ ആ തിരുമ്മി വെച്ച കൂട്ടിലേക്ക് നമ്മുടെ മീൻ തട്ടി കൊടുക്കുക. ഞാനിപ്പോൾ കൊഴുവിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ചാള എടുക്കുകയാണെങ്കിൽ കുഞ്ഞൻ മത്തിയൊക്കെ കിട്ടില്ലേ, ആ സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ മത്തി ചെറുതായിട്ട് ഒന്ന് പീസാക്കിയിട്ട് ഇട്ട് കൊടുത്താലൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ മീൻ മുട്ടയും ഇതുപോലെ ഈ സെയിം റെസിപ്പിയിൽ ഉണ്ടാക്കാം കേട്ടോ. നല്ല രുചിയാണേ. എന്നിട്ടേ മീനൂടി ഇട്ട് കൊടുത്ത് ഒരു കുറച്ച് വെള്ളം തിളച്ച് കൊടുത്ത് അത് അങ്ങനെ ഗ്യാസ് ഓണാക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ. മീനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങുന്നുണ്ടാവും. കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് വറ്റി നല്ല ഡ്രൈ പരുവത്തിലാവും കേട്ടോ. നമുക്ക് ഏകദേശം ഈ തോരൻ്റെ ഒക്കെ ഒരു രൂപമില്ലേ, ആ രൂപത്തിലേക്ക് ഇതെത്തും. ആ സമയത്തേക്ക് നമ്മൾ നിറയെ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പറയുകയാണെങ്കിൽ ഈ കറിയുടെ ആത്മാവെന്ന് പറയുന്നത് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്ന കുടംപുളിയും പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയാണ്. കറിവേപ്പിലയുടെ കാര്യത്തിൽ ഒരു പിശുക്കും കാണിക്കരുത് കേട്ടോ. നല്ല ഫ്ലേവർ കിട്ടും ഈ കറിക്ക്. പിന്നെ ഇത് നമ്മൾ ഈ തവി കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാതെ ചട്ടി തന്നെ ഇട്ട് ഇങ്ങനെ കൊട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻ കഷ്ണങ്ങൾ ഉടയാതെ തന്നെ കിട്ടും കേട്ടോ. ഞാനിപ്പോൾ വീഡിയോയും കൂടി എടുക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ തവി വെച്ച് ഇളക്കി എടുക്കുന്നേ ഉള്ളൂ. അപ്പം നല്ല പൊടിയായിട്ട് ഇരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ടേസ്റ്റിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇങ്ങനെ പൊടി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണെങ്കിലേ നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ മുള്ളില്ലാതെ അവർക്ക് കൊടുക്കാമല്ലോ.